ഇതിപ്പോ ഒറ്റയ്ക്ക് കുടിക്കുമല്ലേ? എന്നോട് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാമല്ലോ. ടേസ്റ്റ് നോക്കട്ടെ. ഇല്ല ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ കുടിച്ചിട്ട് ആ സ്പൂണല്ലേ വീണ്ടും ഇതിനകത്ത് ഇട്ടേക്കുന്നേ. അപ്പൊ അത് നിങ്ങൾ കഴിക്കുന്നത് ശരിയല്ല. എടാ ചെറുത്താനെ ഇത്രയും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കയറും. ഒരു കുഴപ്പമില്ല, ഞാൻ ഗുളി കഴിച്ചോളാം. നിങ്ങൾ കഴിച്ചപ്പോ ഷുഗർ കയറിയായിരുന്നു? ഞങ്ങൾ ഇത്രയൊന്നും കഴിച്ചില്ല. ആകെ ഒരു ഗ്ലാസ് അടിച്ചിട്ട് അതിനകത്ത് പകുതി അവളെ അടുത്ത് ഞാൻ വെച്ചിരിക്കോളൂ. ഞാൻ ഇത്രയും കഴിക്കും. വേണമെന്ന് വെച്ചാൽ ഇനിയും കഴിക്കും. കാര്യം വാശിയുടെ കാര്യത്തിൽ ഞങ്ങൾ കൊടങ്ങാള ഫാമിലി ഒരു ശകലം പോലും പുറകോട്ട് പോകത്തില്ല. ഇപ്പൊ ഞങ്ങൾക്ക് തരാതെ കുടിക്കണേന് നിനക്ക് കുഴപ്പമില്ലേ? നിങ്ങൾ കുടിച്ചപ്പോ ഉണ്ടായോ? അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസം വേണ്ട, ഞാൻ നിങ്ങളുടെ കൂട്ടായി നിങ്ങളിലേക്ക് ഇറങ്ങി വന്നു. ശല്യം ചെയ്യായിരിക്കും. ഞാൻ ഒന്ന് കുടിക്കട്ടത്. കൊതി കിട്ടിയ വയറിളകും. കുഴപ്പമില്ല, ഞാൻ ചകല ആദ്യമേ കളഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും കളഞ്ഞു. ഓ ക്ലീം ക്ലിം ക്ലിം ക്ലിം. കുഴപ്പമില്ല. വലിയ തുള്ളി പോയി. ഇത്രയത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഷാർജയ്ക്ക് ഇത്രയത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും മോൻ കുടിച്ചോ. ഞങ്ങളിനിപ്പോ ഇന്നിപ്പോ ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിനക്ക് തരണ്ടല്ലോ. വേണ്ട, കഴിക്കണേ. വലിയ ലെഗ് പീസ് ഒക്കെ ഉണ്ടോ? കഴിക്കണേ. ഒത്തുമോളെ, നീ വരെ ഒരു നിമിഷം റൊണാൾഡോ ഒഴിവാക്കിയിട്ട് ഷാർജ കുടിച്ചു തരാന്ന് നിന്നോട് മലയാളത്തിൽ പറഞ്ഞതല്ലേ? ഞാൻ തന്നതുമാണേ കുറച്ച്. എന്തൊരു തണുപ്പ്. അമ്മ റൊണാൾഡോ ഛർദിക്കുന്നു. എന്തിനാ? എന്തു പറ്റേ? പണി നിന്നിട്ട് എന്താ പറ്റിയത്? പണി എന്താ? നിങ്ങൾ രാവിലെ വയറിറച്ച് ഷാർജ കുടിച്ചല്ലോ, പിന്നെ എന്റെ ഷാർജയ്ക്ക് കൊതി വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? നിന്റെ ഷാർജയ്ക്ക് ആര് കൊതി വിട്ട്? നിങ്ങളെ കാണിച്ച് ഷാർജ കുടിച്ചപ്പോൾ ഇങ്ങനെ ഒരു പണി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് കൊതി ആയില്ലല്ലോ. എനിക്ക് കൊതിയായി, വയറ് പെരുകി. 2 മാസം മുമ്പ് വരെ കഴിച്ചത് മൊത്തം പോയി. ഇത് അതിന്റെ ഒന്നുമല്ല, വേറെ വല്ലതായിരിക്കും. നീ പുറത്തുനിന്ന് വല്ലതും കഴിച്ചായിരിക്കും. ഞാൻ പുറത്ത് നിന്നിട്ട് ദിവസം ഒന്നും കഴിച്ചില്ല. ഈ ഷാർജ മാത്രമേ കുടിച്ചുള്ളൂ. എന്നാ അങ്ങനെയാണെങ്കിൽ നീ ആ ഷാർജ മേടിച്ച കടയിൽ ചെന്ന് ചോദിക്ക്. പൊട്ട ഷാർജയും കുടിച്ചോണ്ട്. അല്ല ആവശ്യം കടയിലൊന്നും അല്ല, നിങ്ങളെ അടുക്കള വെച്ചാ ഉണ്ടാക്കി കഴിച്ചത്. അതിന് അടുക്കളയിൽ വെച്ചോ? നിങ്ങള് എനിക്ക് ഷാർജ തരാന്നപ്പോ ഞാൻ വാശിക്ക് നേരെ ചില്ലിപ്പണ്ണിന്റെ അടുക്കളയിൽ പോയി. അവിടെ ചെന്നപ്പോ അവിടെ പാലും കുന്തോന്നല്ല, ആ ഒരു ഇച്ചിരി ഊസ കിട്ടിയുള്ളൂ. അതും എടുത്തോണ്ട് വന്ന് നിങ്ങളുടെ അടുക്കളയിൽ വന്ന് ഉള്ള പഴം എടുത്ത് ആ ഫ്രിഡ്ജിൽ ഇരുന്ന പാലും എടുത്ത് ഞാൻ ഷാർജ അടിച്ചു കുടിച്ചു. നിങ്ങളുടെ കൊതി വെട്ടി ഫ്രിഡ്ജില് പാലില്ലല്ലോ. ആര് പറഞ്ഞു? ഒട്ടിക്കാത്ത ഒരു പാലിരിപ്പോ അടുത്തടിച്ചു. കളയാൻ വെച്ചിരുന്ന പാലാണ് 2-3 ആഴ്ച പഴക്കമുള്ളത്. അത് നിന്നോട് ആരെടുക്കാൻ പറഞ്ഞു റൊണാൾഡോ? 2-3 ആഴ്ച പഴക്കമുള്ളതോ? വൈകിട്ട് കളയാന്ന് വെച്ചാൽ അതിന്റെ അകത്ത് വെച്ചിരുന്നേണ്. കളയാൻ പറ്റിയ സാധനങ്ങൾ കളയാൻ പോലെടുത്ത് എന്തിനാ സൂക്ഷിക്കാതെ? നിങ്ങളുടെ ഫ്രിഡ്ജ് എന്തുവാ മ്യൂസിയം? പഴയ സാധനങ്ങൾ തന്നെ തിന്നാൻ മേടിക്കും. നീ ആരാ? നിനക്ക് ഞാൻ ഭയം. ഛർദിച്ചോ? തടവി തരാം. ഇങ്ങനെ കാണിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കി തരുന്ന മലയാളത്തിലല്ലേ പറഞ്ഞ നിന്നോട്? ഷാർജയുള്ള അബുദാബി വഴി വഴിക്ക് ദുബായ് വരെ എത്തി. ഓക്കേ